US ഡോളറിലോ യൂറോയിലോ ഉള്ള വായ്പയെ ഇന്ത്യൻ കറൻസി അടിസ്ഥാനമാക്കിയുള്ള മസാല ബോണ്ടിലേക്ക് പരിവർത്തനപ്പെടുത്തേണ്ടതുണ്ട്. സർ, ഇത് പരിശോധിച്ചാൽ കാണുക, അന്ന് കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് കിഫ്ബിക്ക് വിദേശ ധനകാര്യ വിപണിയിൽ നിന്ന് പണം ലഭിച്ചത്. കിഫ്ബിയുടെ ബോണ്ടിന് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഒന്നും തന്നെയില്ല. എന്നാൽ കൊച്ചി മെട്രോയുടെ AFD വായ്പയിൽ ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഉണ്ട്. കരാർ പ്രകാരം ഈ തുക കേരള സർക്കാർ വഹിക്കേണ്ടതുമാണ്. കിഫ്ബിയിലെ CAG ഓഡിറ്റ് സംബന്ധിച്ചുള്ളതാണ് മറ്റൊരാക്ഷേപം. CAG ഓഡിറ്റുമായി ബന്ധപ്പെട്ട് 101 ആവർത്തിച്ച ഇല്ലാ കഥയാണ് ഇത്തവണയും പ്രതിപക്ഷ നേതാവിൻ്റെ നാവിൽ നിന്ന് വന്നത്. കിഫ്ബിയിൽ CNAG ഓഡിറ്റ് നടക്കുന്നില്ല, അത് നടത്താൻ അനുവദിക്കുന്നില്ല എന്നൊക്കെയാണ് ആക്ഷേപം. തികച്ചും വസ്തുതാവിരുദ്ധമായ ആക്ഷേപമാണിത്. കിഫ്ബിയിൽ CNAGയുടെ ഓഡിറ്റ് എന്ന വിഷയം ഈ സഭയിൽ നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കിഫ്ബിയിൽ CNAGയുടെ ഓഡിറ്റിന് ഒരു തടസ്സവുമില്ല എന്ന സത്യം ആക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ആവർത്തിക്കട്ടെ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പരമോന്നത ഓഡിറ്റിംഗ് സ്ഥാപനമെന്ന നിലയിൽ CNAGക്ക് കിഫ്ബിയെ ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള പൂർണ്ണ അധികാരം DPC ആക്ട് സെക്ഷൻ 14 നൽകുന്നുണ്ട്. സത്യം ഇതാണ്. ഇതിരിക്കെ കിഫ്ബിയെ ഓഡിറ്റ് ചെയ്യുന്നതിന് CNAGയെ സർക്കാർ പ്രത്യേകം ചുമതലപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നിരുന്നാലും അനാവശ്യ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കിഫ്ബിയിൽ പൂർണ്ണമായ CNAG ഓഡിറ്റിങ്ങിന് സർക്കാർ രേഖാമൂലം അനുമതി നൽകിയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യവുമാണ്. കിഫ്ബിയിൽ ആക്ട് പ്രകാരം നിലനിൽക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റുകൾക്കൊപ്പം CNAGയുടെ ഓഡിറ്റ് നടക്കുന്നുണ്ട്. CNAG ഓഡിറ്റ് കിഫ്ബി സംബന്ധിച്ചുള്ള മറുപടിയാണിപ്പോൾ സഭയിൽ മുഖ്യമന്ത്രി നൽകുന്നത്. കിഫ്ബിയിൽ CAG ഓഡിറ്റ് നടക്കുന്നില്ല എന്ന പ്രതിപക്ഷാക്ഷേപം അത് വസ്തുതാവിരുദ്ധമാണ്. നാട്ടിൽ നടക്കുന്നതൊന്നും പ്രതിപക്ഷ നേതാവ് അറിയുന്നില്ലേ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സുതാര്യത സംബന്ധിച്ചും ഒക്കെയുള്ള വിഷയം ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിച്ചത്. അതിന് മറുപടിയാണിപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. CNAG കൃത്യമായി തന്നെ ഒക്ടോബർ 21 മുതൽ മുഖ്യമന്ത്രി സംസാരിച്ചു. ഡിസംബർ 12 വരെ കിഫ്ബിയിൽ നടന്നു. 53 ദിവസത്തോളം കിഫ്ബിയിൽ CAG സംഘം പരിശോധന നടത്തിയിട്ടുണ്ട്. അവർ ഉന്നയിച്ച എല്ലാ സംശയങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും കിഫ്ബി മറുപടിയും നൽകിയിട്ടുണ്ട്. CNAG ഓഡിറ്റ് റിപ്പോർട്ടുകൾ അസംബ്ലിയിൽ വെക്കുന്നില്ല എന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമായ ഒന്നാണ്. 22/1/2021 നിയമസഭയുടെ മേശപ്പുറത്ത് സമർപ്പിക്കപ്പെട്ട കിഫ്ബിയെക്കുറിച്ചുള്ള CNAG ഓഡിറ്റ് റിപ്പോർട്ടിൽ തെറ്റായ പരാമർശങ്ങൾ ഉൾക്കൊണ്ടു എന്ന് കണ്ടെത്തിയതിനാൽ നിയമസഭ അതിനെ ഐകകണ്ഠേന നിരാകരിച്ചു എന്നതിൽ നിന്ന് തന്നെ അത് അസംബ്ലിയുടെ പരിഗണനയ്ക്ക് വന്നു എന്ന് തെളിയുന്നുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് ഇതൊന്നും അറിയുന്നില്ല എന്നാണോ ധരിക്കേണ്ടത്? ഇതിനു പുറമെ കിഫ്ബിയുടെ സാമ്പത്തിക വിശ്വാസ്യത സംബന്ധിച്ച ഫിഡലിറ്റി സർട്ടിഫിക്കറ്റുകളെല്ലാം എല്ലാ സംസ്ഥാന ബജറ്റ് രേഖയോടൊപ്പവും നിയമസഭയ്ക്ക് സമർപ്പിക്കുന്നുമുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇതൊക്കെ പരിശോധിക്കാൻ സമയം കണ്ടെത്തണം എന്നാണ് പറയാനുള്ളത്. പദ്ധതി നിർവഹണത്തിൻ്റെ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത കിഫ്ബി ഒരു പദ്ധതിയുടെ അംഗീകാരത്തിന് മുൻപും അതിനുശേഷവും പദ്ധതിയുടെ നിർവഹണ സമയത്തും അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുന്നതിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പദ്ധതിയുടെ DPR, സാങ്കേതിക അവലോകനം, ഡിസൈൻ, എസ്റ്റിമേറ്റുകളുടെ പരിശോധന, പദ്ധതി അവലോകന സമയത്തെ സ്ഥലപരിശോധന, പദ്ധതി നിർവഹണ സമയത്തെ സാങ്കേതിക ഗുണനിലവാര പരിശോധന തുടങ്ങിയവയുടെ കാര്യത്തിൽ കിഫ്ബി കൃത്യത പാലിച്ചു പോരുന്നുമുണ്ട്. കിഫ്ബിക്ക് അതിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനം ആരംഭിച്ച ശേഷം നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. 2018 അതിനുശേഷവും ഉണ്ടായിട്ടുള്ള പ്രളയം
ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കിയ 2020 കോവിഡ് മഹാമാരി. ഇതെല്ലാം കാരണം എല്ലാ മേഖലകളും സ്തംഭിപ്പിക്കപ്പെട്ടത് കിഫ്ബി പദ്ധതികൾ സമയബന്ധിതമായി പ്രാവർത്തികമാക്കുന്നതിന് ഒരു പരിധിവരെ വിഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. 2018 ഓഗസ്റ്റിന് മുൻപ് അംഗീകാരം നൽകിയതും നടപ്പിലാക്കിക്കൊണ്ടിരുന്നതുമായ ചില പദ്ധതികൾ 2018 അതിനുശേഷവുമുണ്ടായ പ്രളയം മൂലം തടസ്സപ്പെട്ടു. പ്രളയത്തിന് ശേഷം പല പദ്ധതികളുടെയും സ്കോപ്പ്, ഡിസൈൻ എന്നിവയിൽ പൂർണ്ണമായോ ഭാഗികമായോ മാറ്റം വരികയും അതുമൂലം എസ്റ്റിമേറ്റ് ഉയർന്ന തോതിൽ പരിഷ്കരിക്കേണ്ടി വരികയും ചെയ്തു. ഇവ പിന്നീട് കിഫ്ബിയുടെ പുനരവലോകനത്തിനും പരിഷ്കരിച്ച ധനാനുമതിക്കുമായി സമർപ്പിക്കുകയായിരുന്നു. അവയിൽ ചില പദ്ധതികളുടെയെങ്കിലും മുൻപ് നിശ്ചയിച്ചിരുന്ന സ്ഥലം പ്രളയം ബാധിച്ചത് കാരണം മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അവയ്ക്ക് പുതുക്കിയ ഭരണാനുമതി ലഭ്യമാക്കി DPR പരിഷ്കരിച്ച് തുടക്കം മുതലുള്ള അവലോകന പ്രക്രിയകൾ വീണ്ടും നടത്തി അംഗീകാരം നൽകേണ്ടി വന്നിട്ടുമുണ്ട്. ആ കാലയളവിൽ നിർവഹണ ഏജൻസികൾ തയ്യാറാക്കിയിരുന്നതും എന്നാൽ കിഫ്ബിയിൽ സമർപ്പിക്കപ്പെടാതിരുന്നതുമായ പല പദ്ധതി റിപ്പോർട്ടുകളും ഇത്തരത്തിൽ പരിഷ്കരിക്കേണ്ടി വന്നിട്ടുമുണ്ട്. 2020 കോവിഡ് മഹാമാരിയും അതിനോടനുബന്ധിച്ച ലോക്ക്ഡൗണുകളും കിഫ്ബി പദ്ധതികളുടെ നിർവഹണത്തെ സ്തംഭിപ്പിച്ചിരുന്നു. കോവിഡ് മൂലം നിർമ്മാണ വസ്തുക്കളുടെയും മാനവ വിഭവശേഷിയുടെയും ക്ഷാമമുണ്ടായി. അത് നിർമ്മാണ മേഖലയിൽ സ്തംഭനമുണ്ടാക്കുകയും പദ്ധതി നിർവഹണത്തിന് കാലതാമസം ഉണ്ടാക്കുകയും ചെയ്തു. ഇത് പദ്ധതി പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ തുകയിൽ വൻ വർധനവ് വരുത്തി. കോവിഡ് ഘട്ടത്തിലുണ്ടായ പദ്ധതികളുടെ മെല്ലെപ്പോക്ക് ഒന്ന് നേരെയാകുവാൻ പിന്നെയും മാസങ്ങളെടുത്തു.